മോർണിംഗ്. ഹാപ്പി വിഷു. ഹാപ്പി വിഷു. വിഷുവായിട്ട് കൈനീട്ടൊന്നും കിട്ടിയില്ല നിനക്ക്? എനിക്ക് തന്നിട്ടുണ്ട് കുറച്ചാൾക്ക് ഒരു 3-4 ഞാൻ തരാറില്ലായിരുന്നു. നീ എനിക്ക് തരാറുണ്ടല്ലോ കുറച്ചാൾക്ക്. ആ കൈനീട്ട് എനിക്ക് ഭയങ്കര കൈനീട്ടമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കൈനീട്ടമായിരുന്നു. അപ്പൊ എന്തായാലും നല്ലൊരു വിഷുവായിട്ട് കൈനീട്ടൊന്നും കിട്ടിയില്ലെന്ന് വേണ്ട. താങ്ക് യു. ഈ വർഷം എനിക്ക് കുറെ കാശ് എന്റെ കൈകളിൽ വന്ന് അമ്മാനെ പാടാൻ പറ്റുന്ന പ്രാർത്ഥന. വിഷുവായിട്ട് ആരും തന്നില്ലെന്ന് പറയരുതല്ലേ? താങ്ക് യു. എത്രയുണ്ട്? പറയാൻ പാടില്ല. അപ്പൊ എന്തായാലും വിഷുവായിട്ട് ബിനീഷൊക്കെ ഞാൻ കൈനീട്ടം കൊടുത്തിട്ടുണ്ട്. അപ്പൊ പിന്നെ അതുപോലെ തന്നെ ബിനീഷ് എനിക്ക് രാവിലെ എഴുന്നേറ്റുണ്ട്. അപ്പൊ നല്ലൊരു നെക്സയുടെ കോഫി ഉണ്ടാക്കി ബ്രൂ കോഫി. പക്ഷെ ഇത് അത്യാവശ്യം ഇത് മധുരമൊന്നും ഇല്ലട്ടാ, പഞ്ചസാരയൊന്നും ഇല്ല. നല്ല അടിപൊളി ഒരു ഡ്രിങ്ക് ആണ്. കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടില്ലേ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇപ്പൊ ഇത് എൻ്റെ ട്രെയിനർ എനിക്ക് സജസ്റ്റ് ചെയ്തേക്കണേ. കാര്യം ചായ കുടിക്കുന്ന ടെൻഡൻസി ഒന്നും. പിച്ചായി മധുരം കഴിക്കാത്തതുകൊണ്ട് എനിക്കും മധുരം കഴിക്കാനായിട്ടുള്ളൊരു ഞാൻ പറഞ്ഞു ഞാനും മധുരം ഒഴിവാക്കാൻ വേണ്ടി ഓടിയുന്നത്. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ ചൂടുവെള്ളവും കുടിച്ചത്. കാര്യം നിങ്ങൾക്ക് ചായ ആർക്കെങ്കിലൊക്കെ ചായ കുടിക്കണമെന്നുള്ള ടെൻഡൻസി ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആ ടെൻഡൻസി തോന്നണമെങ്കിൽ ഇതേപോലെ തന്നെ ഒരു കാപ്പി ഇടാട്ടെ. ഇതിൽ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, പിന്നെ ചുക്ക്, മറ്റേ നമ്മുടെ ഇത് തന്നെ അതിൻ്റെയൊക്കെ പൂവുകളൊക്കെ ഇല്ലേ, സ്റ്റാർസിൻ്റെ ഒക്കെ, അതൊക്കെ ഇട്ടിട്ട് അല്ല തക്കോല അതിനൊക്കെ ഇട്ടിട്ട് ഒരു ഇച്ചിരി ഇടാൻ കേട്ടോ, കുറേ ഒന്നും വാരി ഇടരുത്. എന്നിട്ട് ഒരു കോഫി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിന് നല്ലതാണ്. നല്ലൊരു അടിപൊളി ആയിട്ട് എവിടെയെങ്കിലും പോകണമെന്നായിരിക്കും വേണമെങ്കിൽ ഇപ്പം പറയണം. വിഷുവായിട്ട് അവിടെ മൊത്തം തിരക്കായിരിക്കൂലേ? ഇല്ലല്ലേ വിഷുവായിട്ട്? ഇല്ല, നമുക്ക് വേണ്ടി ആൾക്കാർ ഒഴിഞ്ഞെന്തായാലും നിൽക്കുമല്ലോ. ഈ വക പൊട്ടത്തിരങ്ങൾ പറയും. പിന്നെ നല്ലൊരു ദിവസം ആകുമ്പോഴത്തേക്ക് തിരക്കുണ്ടാവും, ആൾക്കാർ വരും. നമുക്ക് ഇവിടുത്തെ പണികളും വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കാനില്ലേ? അപ്പൊ വീഡിയോസ് ഒക്കെ കാര്യങ്ങളൊക്കെ എടുത്തൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകുമെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പോകാം. 6 o'clock മുമ്പ് എനിക്ക് ഇവിടെ തിരിച്ചെത്തണം. അപ്പൊ അതിന് പോകണമെന്നുണ്ടെങ്കിൽ നേരത്തെ ഈ കൂട്ടം പറഞ്ഞിട്ടാ വിഷുവായിട്ട് എന്താന്ന് ചോദിച്ചപ്പോഴാണ് മറ്റേതാണ് എന്തോന്നൊക്കെയാണ് പറയണ. വാ കേറി നീ. വിഷുവിന് രാവിലെ തന്നെ കൊണ്ടുവന്നിട്ടുണ്ടാ. കൈനീട്ടം കിട്ടി മോനെ. ഹാപ്പി വിഷു. വന്നതല്ലേ? ഓ, കോളടിച്ച് വന്നില്ലെങ്കിൽ നഷ്ടമായാലും ഇവിടെ വെച്ചിട്ട് പോയിരുന്നെങ്കിൽ കൊടുക്കൂല. വാ കേറി. പ്രാക്ടീസ് ചെയ്യണല്ലേ? അതല്ലേ വെയിലത്ത് ക്ഷീണിച്ചു പോയി. എല്ലായിടത്തും വാടാ നീ. ഇവൻ ഇന്ന് അവത്ത് കയറ്റി ഞങ്ങൾ ഇന്ന് ഇവൻ പറഞ്ഞേട്ടാ ദിവേനിഷാ. പിന്നെ നിന്റെ വിശേഷം എന്തൊക്കെയാ പറ, കേക്കട്ടെ. കൊറേ നാളെ കണ്ടിട്ട്. എന്റെ ക്യാമ്പിൽ പോലും ഇപ്പൊ വന്നില്ല ഇവൻ. മടിയനാണ് ഇപ്പൊ. സാധനങ്ങളൊക്കെ എങ്ങനെ ഇവൻ പോയി നോക്കിയിട്ട് കുറ്റം പറയാട്ടാ. ഇവൻ നിക്കുമ്പോ പറയാൻ പറ്റൂല. അപ്പൊ നമ്മുടെ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കൽ പരിപാടി ആട്ടാ. ഞങ്ങളൊന്ന് പുറത്തോട്ടൊക്കെ പോയി കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചായിരുന്നല്ലേ. അപ്പോഴാണ് നിങ്ങൾ കണ്ടല്ലേ ഉണ്ണിക്കുട്ടൻ വന്നതും നമുക്ക് ഫുഡൊക്കെ കൊണ്ടുവന്നത്. അപ്പൊ അത് ബിനീഷ ഇത് തട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. വിഷുവായിട്ട് ബിനീഷ ഭയങ്കര ഹാപ്പി. അപ്പൊ ഇതിനകത്ത് വിഷുക്കട്ടെ ഇതിനകത്ത് ഇരിപ്പുണ്ട്. അപ്പൊ അതും ഈ മാങ്ങക്കറിയൊക്കെ ഒഴിച്ചാണ് കഴിക്കണത്. നമ്മുടെ വിഷുക്കട്ട. അതെ. അപ്പൊ അതിൽ നിന്ന് ഞാൻ വെറുതെ ഇരുന്ന് കുറച്ചു നേരം പേർക്ക് തിന്ന്. ഇനി ചോറ് തിന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇച്ചിരി ചാറൊക്കെ വെച്ച്. ബിനീഷാണെങ്കിൽ ഇന്നലെ വീട്ടിൽ നിന്ന് കുറേ ചപ്പി കുടിക്കണ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ചന്ദ്രക്കര മാങ്ങ. അപ്പൊ ഇവിടെ എല്ലാവർക്കും കൊടുത്ത് അത് വെച്ച് ഇന്ന് മാങ്ങാക്കറി ഉണ്ടാക്കണമെന്ന് ചോദിച്ചപ്പോ അടിപൊളി മാങ്ങാക്കറിയൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത്. പക്ഷെ എന്തുണ്ട് ഇനി വൈകുന്നേരത്തേക്ക് എനിക്ക് വേണ്ടി ഇത് ഞാനിപ്പോ തീർക്കും. അതിനകത്ത് ഞാൻ അവിടെ അടുക്കള ചെന്ന് നോക്കും. ചട്ടി നിറയെ ബിനീഷ് അവിടെ ഉണ്ടാക്കി വെച്ചേക്കണുണ്ട്. പിന്നെ ഇന്ന് ഞങ്ങൾക്കൊന്ന് സിനിമക്ക് പോകണമെന്നുണ്ട്. ടിക്കറ്റ് കിട്ടിയാ പോവും. അപ്പൊ അതൊന്നും നോക്കാൻ പോണം. അപ്പൊ എന്റെ ഇത് തൈര്, അതുപോലെ പപ്പായ, ചിക്കൻ, ക്യാരറ്റ്, കുക്കുംബർ, ഇതൊക്കെയാണ് ഗൈസ് എന്റെ ഫുഡ്. എന്നാ ഇതിനടുത്ത പഴഞ്ചോറ് എന്തിനാണ് ഇവിടെ? തനിക്ക് ഇതാണ് ഏറ്റവും ഇഷ്ടം. ഞാൻ പറഞ്ഞുതരാം, ഏത് നല്ല ഹോട്ടലിൽ 5 star ഹോട്ടലിൽ പോയാലും അവിടെ പോയിട്ട് ഊണ് കഴിക്കുന്ന ഒരാളുണ്ടെങ്കിൽ അത് ബിനീഷ മാത്രം ഉണ്ടാവുള്ളൂ ഈ ലോകത്ത്. എന്റെ അമ്മച്ചി അതിനൊക്കെ വഴക്ക് പറയും. കാര്യം നല്ല അമ്മച്ചി പറയും, നീ പിന്നെ എന്തിനാണ് പുറത്തോട്ട് പോയി? പുറത്തിറങ്ങുമ്പോ നല്ല ഭക്ഷണം കഴിക്കണ്ടേ? ചോറും കറി വീട്ടിൽ തിന്നണല്ലേ നീ പറഞ്ഞിട്ട്. പക്ഷെ അങ്ങനെയല്ല, ചിലപ്പോഴൊക്കെ വാഴയില് ചട്ടിയിലൊക്കെ ഇട്ടൊക്കെ തരുമ്പോ അത് പ്രത്യേക ഫീലാന്ന് പറയും. കഴിഞ്ഞ ദിവസം എന്നോട് പറഞ്ഞു എടപ്പള്ളിയിൽ ഇപ്പൊ
കഞ്ഞി കിട്ടുന്ന സ്ഥലമുണ്ട്, പഴങ്കഞ്ഞി. നമുക്ക് അവിടെ പഴങ്കഞ്ഞിയും ചെറിയ അതായത് ഇങ്ങനെ കക്കറച്ചി അങ്ങനെ സീ ഫുഡുകളൊക്കെ കിട്ടുന്നത്. നമുക്ക് അവിടെ പോയി പഴങ്കഞ്ഞി കുടിക്കണമെന്ന്. അവരെ തനിയെ പോയി കുടിച്ചാൽ മതി, ഞാൻ വരൂല. അങ്ങനെ പറഞ്ഞാലും എന്നെ കൊണ്ടുപോകുന്ന എനിക്കറിയാം. അപ്പൊ ഞങ്ങൾ വീട്ടിൽ പോണ സമയത്ത് ഒന്നും പോവാന്ന് വിചാരിച്ചു. ഒരു ചെറിയൊരു കഞ്ഞിക്കടയാണ്. അത് എവിടെയെന്ന് തപ്പി എടുക്കണം. ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്ത് ഇട്ടോന്ന് എനിക്കറിയില്ല. സാധാരണ ഫുഡ് ഞാൻ കണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഞങ്ങള് ഫുഡ് കഴിക്കട്ടോ. അതായത് നമ്മൾ തിയേറ്ററിന്റെ അടുത്ത് എത്തിയിട്ട് അപ്പൊ വിനീഷക്ക് ഇന്ന് തന്നെ പള്ളിച്ചട്ടമ്പി സിനിമ കാണണമെന്നും പറഞ്ഞിട്ട് കാണുന്നുണ്ടായിരുന്നു ആഗ്രഹം. കാരണം വേറെ പണിയില്ല. കാര്യം എനിക്ക് ഇനി വെള്ളിയാഴ്ച ശനിയാഴ്ച എനിക്ക് ക്യാമ്പുള്ളു. പിന്നെ അതുപോലെ ടൊവിനോന്റെ കൂടെ എനിക്ക് ടൊവിനോന് ഇഷ്ടവും. അപ്പൊ അതുകൊണ്ട് ആഗ്രഹം. അപ്പൊ അങ്ങനെ ഞങ്ങൾ ബബിൾ കോക്ക് കഴിച്ച് വീട്ടിലിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് നേരെ ഇങ്ങോട്ട് വന്നു. ടിക്കറ്റ് എടുത്തപ്പോൾ സമാധാനമായിട്ടാ കിട്ടി. കറക്റ്റായിട്ട് ഞങ്ങൾക്ക് 2 രൂപ മാത്രമായിട്ട് ഒരു മൂലക്ക് 2 ഏറ്റവും മേളിൽ മൂലക്ക് 2 ഇരിപ്പുണ്ടായിരുന്നു. ഇനിയപ്പോൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. രാത്രി 11:30 ഷോ. അപ്പൊ എന്തായാലും ഞങ്ങൾ വീട്ടിലോട്ട് പോട്ടെ. ഇത് നോക്കിയ ഗൈസ്, ഇവിടെ ഒരാളുടെ പരിപാടി. ഇതെന്താണ് സ്വർണ്ണോ? ഗോൾഡിന് ഭയങ്കര വിലക്കുള്ള എനിക്ക് ഇതൊക്കെ നിസ്സാരം. ഇനി ഗോൾഡിന് വിലക്കുള്ളാണെങ്കിൽ എനിക്ക് ഇതൊക്കെ നിസ്സാരം. കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോ കുറച്ചു നേരം വന്നില്ലായിരുന്നു. അപ്പൊ ഞാൻ നോക്കുമ്പോ എന്താണ് നോക്കട്ടെ എന്ന് വെച്ച് വന്നപ്പോ നൈസ് കുളിയൊക്കെ കഴിഞ്ഞിരിക്കണേ. വന്നിട്ടാണ് മറന്നുപോയി തേക്കാൻ മറന്നുപോയി. തേക്കാൻ മറന്നു. ഇത് ശരിക്കും വിചാരം അല്ലടാ, ഇത് ശരിക്കും എന്തിനു വേണ്ടിയുള്ള? ഇത് എന്റെ മുഖത്ത് ഭയങ്കരമായിട്ട് ടാനൊക്കെ വരും. വെയിലൊക്കെ കൊണ്ടിട്ടും പിന്നെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതൊക്കെ പോവുമല്ലോ. നമുക്ക് പ്രൊമോഷനിൽ വേണ്ടിട്ട് കിട്ടണ നല്ലതൊക്കെ. വെറുതെ വെച്ചോണ്ടിരിക്കണ്ടല്ലോ എന്ന് വെച്ചാൽ കുറെ നാളായി കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് ഒരു സംഭവം കാണിച്ചു തരട്ടെ ഗൈസ്. നിങ്ങൾക്ക് ബിനീഷയുടെ കൊറേയൊക്കെ എല്ലാവർക്കും കൊടുത്ത് എല്ലാവർക്കും വിനീഷക്ക് വേണ്ടപ്പെട്ട ഒരാൾക്ക് ഇതുണ്ട് കൊറിയറൊക്കെ കൊടുത്ത് വിട്ട് അങ്ങനെ ഇതിങ്ങനെ നിറയെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ ആ സാധനങ്ങളൊക്കെ കുറഞ്ഞു തുടങ്ങി. എന്നാലും അത്യാവശ്യം ഒരുപാടുണ്ട് അല്ലേ വിനിഷ? എനിക്ക് വേണ്ട, തനിയിരുന്ന് കെട്ടിക്കോ. ഇതെനിക്കിങ്ങനെ പൊളിച്ച് കളയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അത് ശരിയാണ്. എനിക്ക് ഇടയ്ക്ക് ചെയ്ത് തരാറുണ്ട് കേട്ടോ. ഇല്ലെന്ന് ഞാൻ പറയാനുള്ള, എനിക്ക് ഇടയ്ക്ക് ചെയ്തു തരും. ഞാനപ്പോൾ ഇപ്പോൾ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് വന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കണേണ്. അപ്പോൾ ഇന്ന് രാത്രി സിനിമക്ക് പോകണം. അപ്പോൾ ഇയാള് കുറച്ച് നേരോട് കണ്ടില്ല, അതാണ് ഞാൻ വന്നിങ്ങനെ നോക്കിയത്. അപ്പോൾ ഞാൻ നൈസായിട്ട് ഇവിടെ പരിപാടിയാണ്. സിനിമക്ക് പോണതിന്റെ തയ്യാറെടുപ്പല്ല. ഷെയ്ക്ക് ഉണ്ടാക്കി തരോ? ഇത് തീർന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു, ഇങ്ങനെ പയ്യനെ അപ്പൊ ഇങ്ങനെ നെക്കിട്ട് അങ്ങോട്ട് വന്നില്ല. കാരണം അതിൻ്റെ ഉള്ളിൽ മൊത്തം ഹെയറാണ്. നെക്കിട്ട് കിട്ടണല്ലോ. അപ്പൊ ഞാൻ ഇങ്ങനെ 2 സൈഡും 4 സൈഡൊക്കെ ഇങ്ങനെ തട്ടി കൊടുത്തിട്ട് ഇങ്ങനെ നെക്കിട്ട് ഇങ്ങനെ ഗോൾഡ് ഫിനിഷ്. ഗോൾഡ് ഫിനിഷ് ഭയങ്കര ബുദ്ധിയാണ്. അപ്പൊ കഴുത്തിലോട്ട് കൂടി തേച്ചു കൊടുക്കട്ടെ അല്ലെങ്കിൽ മുഖം പാത്രത്തിൽ. ഇത് കണ്ട കഴിച്ച് ഞാനും പെട്ട്. ഈ സാധനം ഈ മുറിച്ച് വിടാം. ഇത് മുറിച്ചപ്പോ അയ്യോ ഇനി ഇത് ബാക്കി കളയാൻ പറ്റൂലെന്ന് അങ്ങനെ എന്നെയും പെടുത്തി എന്നെയും തേക്കുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ ഇതിനകത്ത് റീലൊക്കെ കാണാൻ അവസ്ഥ ഇത് തേച്ചേ പറ്റൂല്ലെങ്കിൽ ഇവിടെ പ്രശ്നമൊന്നും. അത് കാരണം എന്താ, ഇത് കണ്ട ഇത്രയും ബാക്കിയുണ്ട്. ഇതെനിക്ക് 1 പ്രാവശ്യം കൂടി തേക്കാനുള്ളത്. പിന്നെ ചേട്ടൻ മുഖം ആകെ ഇതായിട്ടിരിക്കുന്നത്. കോച്ചിങ്ങിനൊക്കെ പോകുമ്പോ വെയിലത്താണല്ലോ കൂടുതൽ നിൽക്കുന്നത്. അപ്പൊ എപ്പോഴും മുഖത്ത് ആകെ ഭയങ്കര ഒരു ഇതാണ്. ഞങ്ങളൊക്കെ ഫേഷ്യൽ കാര്യങ്ങളൊക്കെ ചെയ്തൊക്കെ കൊടുക്കാറുണ്ടായിരുന്നു. ഇപ്പൊ കൊടുത്തിട്ട് കുറെ നാളായി അല്ലേ ചായി? അതെ, ഫേഷ്യൽ ചെയ്തിട്ട് കുറെ അപ്പൊ ചെയ്തതായിട്ട് പിന്നെ ചെയ്തിട്ടേ ചുണ്ടത്ത് വർത്താനം പറഞ്ഞത്തേക്ക് ചുണ്ടത്തെ പോയി. എന്നിട്ട് ബാക്കിയുള്ള ദൈവം ഇതാ കൊടുക്കിട്ട് റോളാണ് വെച്ചു കൊടുത്താലോ ഞാൻ ആലോചിക്കുന്നത്. ബാക്കി എന്ത് ചെയ്യും? ഫ്രിഡ്ജിൽ വെച്ച ചിത്താവുന്നോ? കഴുത്തി തേച്ചേ കഴുത്തിൽ എന്നാ വേണ്ട പോയോട് ചൈന ഫേസിലുണ്ടേ. ഇതിന് ചെറിയ ഒരു ഇതുണ്ട്, ഒരു പൊള്ളൽ പോലെ ഫീൽ വരും. ആദ്യം തണുപ്പ് ഒരു പിന്നെ ഒരു പൊള്ളൽ പോലത്തെ ഫീൽ, പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഒരു ഫീലും ഉണ്ടാവില്ല. പിന്നെ ഇത് കുറച്ചുള്ള ഫീൽ മാത്രം. അതാണ് കാണുന്ന അവസ്ഥ. എങ്ങനെയുണ്ട് സെറ്റപ്പ് അല്ലേ? എങ്ങനെയുണ്ട്? അപ്പോൾ ഇവിടെ ഒരാൾ ബൂസ്റ്റ് തിന്നണോ? ഷെയ്ക്ക് അടിക്കാൻ പറഞ്ഞ നേരത്തെ ബൂസ്റ്റ് തിന്നണം. ടിന്നിന്ന് എടുത്തത് തിന്നിട്ടാണ് അവിടെ നമ്മുടെ പപ്പായ ഷെയ്ക്ക് അടിക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ നമ്മുടെ ചിക്കൻ ഫ്രൈ, ഇത് രാത്രിത്തേക്കുള്ള ഫുഡാണ്. കണ്ടില്ല ഞാൻ പറഞ്ഞില്ലേ മാമ്പഴപ്പുളിശ്ശേരി, പിന്നെ
ചിക്കൻ ഫ്രൈ. ഇതാണ് കറക്കണ സാധനം. അപ്പോൾ എനിക്ക് ഷെയ്ക്ക് അടിക്കുക അടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഷെയ്ക്ക് അടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ ഷെയ്ക്ക് അടിച്ചിട്ട് ഇതേ അപ്പുറത്ത് കൊണ്ടുവന്നിട്ട് നല്ല അടിപൊളി ഷെയ്ക്ക് ഉണ്ട് ബിനീഷ. നല്ല പപ്പായ ഷെയ്ക്ക് ഉണ്ടാക്കി. ഇത് നമ്മുടെ ബിനീഷ ഉണ്ടാക്കിയ മാമ്പഴ പുളിശ്ശേരി ആട്ടാ. വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല രസമുണ്ട് മാമ്പഴ പുളിശ്ശേരി കാണാനായിട്ടും. ആ ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റാണ്, പറയാതിരിക്കാൻ പറ്റൂല. രണ്ടെണ്ണം ബിനീഷൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട്. അതുപോലെ ചിക്കൻ ഫ്രൈയും ഇതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ. അപ്പം ഞങ്ങൾ എന്തായാലും ഫുഡൊക്കെ കഴിക്കട്ടെ. ഇതാണ് നമ്മുടെ ഷെയ്ക്ക്. നല്ല സ്റ്റൈലായിട്ട് ബിനീഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബിനീഷക്ക് ചോറ്, എനിക്ക് ഇതുപോലെ പപ്പായ, കുക്കുംബർ, ചിക്കൻ, ഇതൊക്കെയാണ് എൻ്റെ ഫുഡ്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇനി വേണം ഞങ്ങൾക്ക് എവിടെ പോവാൻ? സിനിമക്ക് പോകണം. ഇപ്പൊ 9:30 മണിയായി. 11:30 ഷോ. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു 11 മണി കഴിയുമ്പോൾ ഒരു 11:10 ആകുമ്പോഴേ ഞങ്ങൾ ഇവിടെ നിന്ന് പോകും കേട്ടോ, ഫുഡൊക്കെ കഴിഞ്ഞിട്ട്. അപ്പൊ നേരെ ഇനി സിനിമക്ക് പോകണം. ബിനീഷൊക്കെ ഭയങ്കര ആഗ്രഹിച്ചിരിക്കണേ ഈ സിനിമ കാണണമെന്ന്. അതെ, അപ്പൊ അങ്ങനെ പോയി കാണണം. റിവ്യൂസ് ഒന്നും നോക്കിയിട്ടില്ല, കാരണം ഫസ്റ്റ് ഡേ ആണ്. അപ്പൊ റിവ്യൂസ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ പലരും പല അഭിപ്രായം, ചിലപ്പോ പൊട്ടയെന്നൊക്കെ പറഞ്ഞോളെ. അപ്പോഴത്തേക്കും നമ്മൾ അയ്യോ കാശ് പോയാ വെറുതെ എടുക്കുന്നത്, അത് ആ ഒരു ടെൻഷൻ വരും. അതുകൊണ്ട് നോക്കിയ കാര്യങ്ങളൊന്നും ചെയ്തില്ല, അങ്ങനെ പോകാമെന്ന് വിചാരിച്ചു. അപ്പൊ സിനിമയൊക്കെ കണ്ടതേ ഞങ്ങൾ കറക്റ്റ് ടൈം എത്രയാണ്? 2:30. ബാക്കിലെ ക്ലോക്കിൽ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റൂട്ടെ. 2:30. പടം കുഴപ്പമില്ല, കണ്ടിരിക്കാം. സെക്കൻഡ് പാർട്ട് പ്രതീക്ഷിക്കണോന്നറിയില്ലല്ലേ? അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും എന്ന് ഞങ്ങളും പ്രതീക്ഷിക്കുന്നു. ഉണ്ടാവാം, ഉണ്ടാവാതിരിക്കാം. കൊള്ളാം, നല്ലൊരു മൂവി. എന്താ അങ്ങനെ 2:30 മണിയായി. ഇനി കുറച്ചു നേരം നല്ലോണം കിടന്നുറങ്ങണം. നാളില്ല, പിന്നെ മറ്റന്നാളുള്ള കോച്ചിങ്. അപ്പം എന്തായാലും ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നത്. ഇഷ്ടപ്പെട്ടെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നവരെ ഗുഡ് നൈറ്റ്.